ചങ്ങാതി കുളത്തിലും വെള്ളമില്ല, പടിഞ്ഞാറെ പുഴയിലും വെള്ളമില്ല. അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് എന്നെ കണ്ടത്. ഇവിടത്തെ പോലെ തന്നെയാണല്ലേ എല്ലായിടത്തും? ഇവിടെ കുളിക്കാനല്ലേ വെള്ളമില്ലാത്തത്, അവിടെ കുടിക്കാൻ പോലും ഇല്ല. ദേ കുരങ്ങച്ചൻ. പിന്നെ കുരങ്ങച്ചനാകുമ്പോൾ കുളിക്കണമെന്നൊന്നുമില്ലല്ലോ. ഓ പിന്നെ, ഞാൻ അങ്ങനെയൊന്നുമല്ലാന്ന് പറഞ്ഞു കൊടുക്കു കുറുക്കച്ചേട്ടാ. ഇപ്പോൾ ചിരിക്കേണ്ട സമയമല്ല. നമ്മുടെ കാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നമ്മൾ വിചാരിക്കുന്നതിലും മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മഹാറാണി, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ചൂട് കാരണം മുയലച്ചൻ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് അറിയുമ്പോൾ തിരുമനസ് വല്ലാതെ വിഷമിക്കും. ഇന്ന് തിരുമനസിനെ കണ്ടതേയില്ല. പ്രജകളുടെ അവസ്ഥ ഓർത്ത് അദ്ദേഹം വളരെ നിരാശയിലാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇത്ര ചൂട് കൂടാൻ കാരണം എന്തായിരിക്കും? ഹാ, എന്തു പറയാനാ, ഭൂമിയെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ തന്നെയാ ഇതിനൊക്കെ കാരണം. അതിന് മനുഷ്യൻ എന്താ ചെയ്തേ? അവർ എന്താ ചെയ്യാത്തേന്ന് ചോദിക്ക്. അത് ഞാൻ പറയാം. ജലസ്രോതസ്സുകൾ നികത്തുന്നതല്ലാതെ സംരക്ഷിക്കുന്നില്ല. മരങ്ങൾ വെട്ടി വീട് വയ്ക്കുന്നതല്ലാതെ വച്ചു പിടിപ്പിക്കുന്നില്ല. വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടുന്നതല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർക്കുന്നില്ല. അയ്യോ, ഇങ്ങനെ പോകുവാണ് ഭൂമി മുഴുവനായും നശിക്കും. അതെ, നമുക്ക് ശ്വസിക്കേണ്ട പ്രാണവായു മരങ്ങളാണ് നൽകുന്നത്. നമുക്ക് തണൽ തരുന്നതും ഭൂമിയിലെ ജലത്തെ സംരക്ഷിക്കുന്നതും മരങ്ങൾ തന്നെയാണ്. ആ മരങ്ങളെയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നശിപ്പിക്കുന്നത്. ഒരു മരം വെട്ടുമ്പോൾ 10 തൈ വെക്കണമെന്ന തത്വം പറയാനേ അവർക്കാകുന്നുള്ളൂ, പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കുന്നില്ല. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നത് വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം ഭൂമിയിൽ ചൂട് കൂട്ടുന്നുണ്ട്. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ചൂടുള്ള സൂര്യരശ്മികൾ പുറത്തേക്ക് പോകാൻ പറ്റാതെ കറങ്ങി നടന്നാൽ പിന്നെ ചൂട് കൂടില്ലേ? അതെ, ചൂട് കൂടും.